ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും വിശ്വാസ്യത അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനനിയമ ഭേദഗതിയിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു നിയമ ഭേദഗതിയും സർക്കാർ നടപ്പിലാക്കില്ലെന്നും മുഖ്യമന്ത്രി. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ മറ്റന്നാൾ തുടക്കം. സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 7-ന്. നെയ്യാറ്റിൻകര സമാധി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിലവിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും കോടതി നിർദ്ദേശം. അയർലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 304 റൺസിന്റെ വിജയം. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര തലത്തിൽ സുപ്രധാന നാവികശക്തിയായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസേനയുടെ മുൻനിര യുദ്ധക്കപ്പലുകളായ INS സൂറത്ത്, INS നീലഗിരി, INS ബാഗ്ഷീർ അന്തർവാഹിനി എന്നിവ മുംബൈയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ദ്രുത പ്രതികരണ ശേഷിയുള്ള സേനയായി ഇന്ത്യൻ നാവികസേന മാറിയതായും അദ്ദേഹം പറഞ്ഞു. നിരവധി ജീവനുകൾ സംരക്ഷിക്കുന്നതിനും ചരക്ക് ഗതാഗതത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും സേനയ്ക്ക് സാധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും വിശ്വാസ്യത ഇതിലൂടെ വർദ്ധിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാതെ സർക്കാർ ഇതുമായി മുന്നോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വകുപ്പുകളിൽ നിക്ഷിപ്തമാകുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയെ സർക്കാർ ഗൌരവമായാണ് കാണുന്നത്. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതോ ആശങ്കയിലാക്കുന്നതോ ആയ ഒരു നിയമ ഭേദഗതിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വനനിയമ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങളെക്കുറിച്ച് പല ആശങ്കകളും ഉയർന്നിട്ടുണ്ട്. അത്തരം ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. കർഷകർക്കും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കും അവരുടെ ന്യായമായ താൽപര്യത്തിനെതിരെ ഒരു നിയമവും ഈ സർക്കാർ ലക്ഷ്യമിടുന്നില്ല. UGC അടുത്തിടെ പുറത്തിറക്കിയ കരട് ചട്ടങ്ങൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. കരടിലെ പല നിർദ്ദേശങ്ങളും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധവും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ ലംഘനവുമാണെന്നും അദ്ദേഹം വിമർശിച്ചു. UGC കരട് ചട്ടങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ല എന്നാണ് സുവ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്ന UGC കരട് ചട്ടങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂട്ടായ പരിശ്രമങ്ങൾക്കാണ് കേരളം മുൻകൈയെടുക്കുന്നത്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ മറ്റന്നാൾ തുടക്കമാകും. ഫെബ്രുവരി 7-നാണ് സംസ്ഥാന ബജറ്റ്. ജനുവരി 17 മുതൽ മാർച്ച് 28 വരെയുള്ള കാലയളവിൽ 27 ദിവസമായിരിക്കും സഭ ചേരുകയെന്ന് സ്പീക്കർ AN ഷംസീർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത 2025-26 വർഷത്തെ ബജറ്റ് സഭയിൽ അവതരിപ്പിക്കുകയാണ്. ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി 10, 11, 12 തീയതികളിൽ ബജറ്റിനെ അടിസ്ഥാനമാക്കിയ പൊതുചർച്ചയാണ്. 13ാമത് സമ്മേളനം 2025 മാർച്ച് 28-ന് അവസാനിക്കുന്നതുമാണ്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ജനുവരി 20 മുതൽ 22 വരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച ഫെബ്രുവരി 10 മുതൽ 12 വരെയും നടക്കും. ഫെബ്രുവരി 14 മുതൽ മാർച്ച് 2 വരെ സഭ ചേരില്ലെന്നും സ്പീക്കർ അറിയിച്ചു. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 211 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഗ്രാമപഞ്ചായത്തുകൾക്ക് 150 കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 10 കോടിയും ജില്ലാ പഞ്ചായത്തുകൾക്ക് 7 കോടിയും മുനിസിപ്പാലിറ്റികൾക്ക് 26 കോടിയും കോർപ്പറേഷനുകൾക്ക് 18 കോടിയും ലഭിക്കും. പുഞ്ച സബ്സിഡി വിതരണത്തിന് 28 കോടി രൂപയും ധനവകുപ്പ് അനുവദിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് നാളെ കൊച്ചിയിലെത്തും. വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന കൊച്ചി ഡയലോഗ് 2025 അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ച് വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന കൊച്ചി ഡയലോഗ് 2025 ആദ്യ പതിപ്പാണ് നാളെയും മറ്റന്നാളുമായി നടക്കുന്നത്. ഇന്ത്യ GCC ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ പരിപാടിയിൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News TVM X ഹാൻഡിലും ലഭ്യമാണ്. നെയ്യാറ്റിങ്കര സമാധി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിലവിൽ ഇടപെടാനാകില്ലെന്നും ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണെന്നും ഹൈക്കോടതി. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനെ അസ്വാഭാവിക മരണമായി മാത്രമേ കണക്കാക്കാൻ കഴിയൂവെന്നും കോടതി വ്യക്തമാക്കി. ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ആറാലുംമൂട് സ്വദേശിയുടെ സമാധി സ്ഥലം പൊളിക്കുന്നതിനെതിരെ ഭാര്യ സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു ഹൈക്കോടതി. തിരുവനന്തപുരം ജില്ലാ കളക്ടർ, RDO, പോലീസ്, പരാതി ഉന്നയിച്ച വ്യക്തി എന്നിവർക്ക് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. ഹർജി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ചിട്ടും എറണാകുളം ജില്ലാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിച്ച ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. മാപ്പ് സ്വീകരിച്ച കോടതി കേസ് തീർപ്പാക്കിയതായി അറിയിച്ചു. ബോബി ചെമ്മണ്ണൂറിന്റെ പ്രവൃത്തികളെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി ജാമ്യം റദ്ദാക്കി വീണ്ടും അറസ്റ്റ് ചെയ്യാൻ മടിക്കില്ലെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു. നിറത്തിന്റെ പേരിൽ തുടർച്ചയായി അവഹേളനം നേരിട്ടതിനെ തുടർന്ന് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയായ നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേരള വനിതാ കമ്മീഷൻ സ്വമേധ്യാ കേസെടുത്തു. 7 മാസം മുൻപ് വിവാഹിതയായ 19-കാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ കേസെടുത്തത്. ശബരിമല ദർശനത്തിനായുള്ള സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ ജനുവരി 19 വരെ പ്രവർത്തനം തുടരും. പമ്പ, നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ, പന്തളം എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗിന് സൌകര്യമുള്ളത്. വെർച്വൽ ക്യൂ ബുക്കിംഗും ജനുവരി 19 വരെ ഉണ്ടായിരിക്കും. ജനുവരി 17 വരെയാണ് തിരുവാഭരണം അണിഞ്ഞുള്ള ദർശനം ലഭിക്കുക. 20-നാണ് നട അടയ്ക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 19-ന് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov ഓപ്പൺ ഫോറത്തിലോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 17 വരെ പങ്കുവയ്ക്കാവുന്നതാണ്. ദേശീയ ഗെയിംസിനുള്ള കേരള ടീമിന്റെ പരിശീലന ഒരുക്കങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 4.5 കോടി രൂപ അനുവദിച്ചു. 9.9 കോടി രൂപ അനുവദിക്കാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ സമർപ്പിച്ച പ്രപ്പോസലിന്റെ ആദ്യ ഗഡു എന്ന നിലയ്ക്കാണ് തുക അനുവദിച്ചത്. ഉത്തരാഖണ്ഡിൽ ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെയാണ് ദേശീയ ഗെയിംസ് നടക്കുന്നത്. KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കും 2024 ഡിസംബർ മാസത്തെ ശമ്പളം വിതരണം ചെയ്തു തുടങ്ങി. സർക്കാരിൽ നിന്നും ആദ്യ ഗഡുവായി ലഭിച്ച 30 കോടി രൂപ കൂടി ഉപയോഗിച്ചാണ് ശമ്പളം വിതരണം ചെയ്യുന്നത്. അയർലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഏകപക്ഷീയമായി സ്വന്തമാക്കി ഇന്ത്യ. ഇന്ന് നടന്ന 3-ാം മത്സരത്തിൽ 304 റൺസിന്റെ വിജയമാണ് ഇന്ത്യ നേടിയത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 435 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ അയർലൻഡിന് 31.4 ഓവറിൽ 131 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഇന്ത്യയ്ക്കായിരുന്നു ജയം. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻ SC ചെന്നൈയിൻ FCയെ നേരിടും. കൊൽക്കത്തയിൽ രാത്രി 7:30-നാണ് മത്സരം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പടിഞ്ഞാറേ നട വാഴപ്പള്ളി ജംഗ്ഷന് സമീപം വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കുന്നതിനായി നാളെ മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ജോലികൾ ഈ മാസം 18-ലേക്ക് മാറ്റി. ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ ജനുവരി 20 തിങ്കൾ രാവിലെ 8 മണി വരെയാണ് അറ്റകുറ്റപ്പണികൾ പുനർനിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും വിശ്വാസ്യത അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനനിയമ ഭേദഗതിയിൽ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു നിയമ ഭേദഗതിയും സർക്കാർ നടപ്പിലാക്കില്ലെന്നും മുഖ്യമന്ത്രി. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ മറ്റന്നാൾ തുടക്കം. സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 7-ന്. നെയ്യാറ്റിങ്കര സമാധി വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിലവിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും കോടതിയുടെ നിർദ്ദേശം. അയർലൻഡിനെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 304 റൺസിന്റെ ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.